സുന്ദരീസ്, എന്തെങ്കിലും വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ഉണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും ഇരുന്ന് ഷൂട്ട് ചെയ്യണമെന്ന്. പക്ഷെ പിന്നെ ഈ ഷോർട്ട് ഫോർമാറ്റ് വീഡിയോസ് കുറെ എടുത്തു വെച്ചിട്ടുള്ള കാരണം അതിന്റെ എഡിറ്റിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സമയം പോയിട്ടോ. പക്ഷെ ഇനി എന്തായാലും റെഗുലർ ആയിട്ടുണ്ടാവും. അതെ, കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇത്ര ഒരു ഗ്യാപ്പ് അസ്വി മലയാളത്തിൽ എടുക്കണത്. പക്ഷെ നമ്മൾ അസ്വി വ്ളോഗ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് ചാനലുള്ളതിന്റെ ഒരു കറബറ ഫീലിംഗ് ഉണ്ട്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇന്ന് മോയ്സ്ചറൈസേഴ്സിനെ കുറിച്ചിട്ട് സംസാരിക്കാം കേട്ടോ. ഒരു 10-14 മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് ഈ ഫാർമസിയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടില്ലേ, അവിടെ നിന്നുള്ള മോയ്സ്ചറൈസേഴ്സ് ഞാൻ കുറച്ചെണ്ണം മേടിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിവിടെ സർജറിയുടെ സമയത്ത് പോയപ്പോൾ അവിടെ വിംസിന്റെ അവിടെ ഒരു ഫാർമസി ഉണ്ടല്ലോ, 1-2 ഉണ്ട്. അവിടെ നിന്ന് ഞാൻ കുറച്ചെണ്ണം നോക്കി മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ആമസോണിലും കിട്ടും. അതും കൂടി നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ മേടിച്ചത്. കാരണം എല്ലാവർക്കും അങ്ങനെ പോയി മേടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ താഴെ ഇടാം. അത്യാവശ്യം നല്ല മോയ്സ്ചറൈസേഴ്സ് ആണ്. അതല്ലാത്തതും ഉണ്ട് കേട്ടോ, ഫാർമസി മോയ്സ്ചറൈസേഴ്സ് അല്ലാത്തതും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇപ്പൊ ഏറ്റവും അധികം ഹിറ്റ് ആയിട്ടുള്ളതാണ്. ഇത് എമോലിൻ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഒരുപാട് റീൽസും ഷോർട്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനും അങ്ങനെ തന്നെ കണ്ടു മേടിച്ചതാണ്. ഇതിൽ മെയിൻ ആയിട്ട് ക്രീം ഫോർ ഡ്രൈ സ്കിൻ ട്രീറ്റ്മെന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഒരു വിചാരത്തിലാണ് ഞാനത് അപ്ലൈ ചെയ്ത് തുടങ്ങിയത്. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ചാൽ ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നതാണ്. അതായത് ഇപ്പോ ഡ്രൈ സ്കിന്നിന് വേണ്ടി ആയതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാർ ഇട്ടാലും ഇത് ഭയങ്കര കൂടുതൽ ഓയിലി ആക്കുന്ന പോലെ തോന്നില്ല കേട്ടോ. അപ്പൊ എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ്, ഒട്ടും ഒരു ഒട്ടലുണ്ടെന്നോ അങ്ങനെ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വേറെയും കുറച്ച് റിവ്യൂസ് നോക്കി. അപ്പൊ അവരും പറയുന്നുണ്ട് അങ്ങനെ ഓയിലി സ്കിൻ ആണെങ്കിലും ഇത് നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഓയിലി ആക്കുന്നില്ല എന്നുള്ളത്. ഇനി ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ ഉണ്ടോ, അത്യാവശ്യം തിക്കുമല്ല എന്നാൽ ഭയങ്കര തിന്നുമല്ല, അങ്ങനത്തെ ഒരു ടെക്സ്ചറിലാണ് വരുന്നത്. ജസ്റ്റ് അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും കംപ്ലീറ്റ്ലി ഉള്ളിലേക്ക് പോകുന്നതാണ്. ഒരു മണവും കാര്യങ്ങളും ഒന്നുമില്ല. നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും. ഇപ്പൊ നല്ല ചൂടുകാലാണ്. അപ്പൊ നമുക്ക് മടിയാവും ശരിക്കും പറഞ്ഞാൽ മോയ്സ്ചറൈസർ ഒക്കെ ഇടാനായിട്ട്. കാരണം കുറെ കൂടി ഓയിലി ആവുമല്ലോ എന്ന് ചോദിച്ചു. പക്ഷെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും എന്ത് വന്നാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അത് സമ്മർ ആണെങ്കിലും വിന്റർ ആണെങ്കിലും വീട്ടിൽ നിൽക്കുകയാണെങ്കിലും പുറത്ത് പോവുകയാണെങ്കിലും അതാണ് നമ്മുടെ സ്കിന്നിനുള്ള ഇൻവെസ്റ്റ്മെന്റ്. അതായത് നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിന് ഒരു ഇഷ്യൂസ് ഒക്കെ വന്ന് ഡോക്ടറെ അടുത്ത് പോയി പൈസ കളയുന്നതിനെക്കാട്ടിലും നല്ലത്, അതിനുള്ള സമയം കളയുന്നതിനെക്കാട്ടിലും നല്ലത് ബേസിക് ആയിട്ടുള്ള ഒരു കുട്ടി സ്കിൻ കെയർ റൂട്ടീൻ. അതായത് രാവിലെ ഒരു മാക്സിമം നമുക്ക് എന്താ കണ്ണാടി നോക്കിയിട്ട് ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ സ്പെൻഡ് ചെയ്യണം. മോയ്സ്ചറൈസർ ഇടുക, സൺസ്ക്രീൻ ഇടുക. അങ്ങനെ നോക്കുമ്പോൾ ഇത് നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. ഒട്ടും തന്നെ നമ്മുടെ സ്കിന്നിനെ ഓയിലി ആക്കി അല്ലെങ്കിൽ ഒരു ഒട്ടലുണ്ടാവില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ നമ്മുടെ സ്കിന്നിനെ നല്ല ഹൈഡ്രേറ്റഡ് ആക്കി നിർത്തുകയും ചെയ്യും. ഇതിന്റെ വില വന്നിട്ട് 300 സംതിങ് ആണ് കേട്ടോ. 340 രൂപയൊക്കെയാണ്. അത്യാവശ്യം നിൽക്കും. ഇത് വലിയ ട്യൂബാണ്. നമ്മൾ സാധാരണ ഇപ്പൊ ലോറിയൽ അങ്ങനത്തെ ഒക്കെ മേടിക്കില്ല, നമ്മൾ ഓലെ അങ്ങനത്തെ ഓരോ ക്രീംസ് ഒക്കെ മേടിക്കില്ല. അതൊക്കെ കുഞ്ഞു ഡബയില് എത്ര കുറവാ വരിക. എങ്ങനെ പോയാലും അതിനൊക്കെ ഒരു 500 രൂപേനെക്കാട്ടിലും മീതെ ഉണ്ടാവും. അതും നല്ല മോയ്സ്ചറൈസേഴ്സ് തന്നെയാണ്. പക്ഷെ ഇത് നോക്കുമ്പോൾ ക്വാണ്ടിറ്റി ഒരുപാടുണ്ട്. സുഖമായിട്ട് കുറച്ച് അധികം നാളെ നിൽക്കും. നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിരിക്കും കേട്ടോ. ഞാൻ കുറച്ചധികം എടുത്ത് അപ്ലൈ ചെയ്യുന്ന, കാരണം എനിക്ക് കുറച്ച് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല ഹൈഡ്രേറ്റഡ് ആക്കി നിർത്തുന്നതായിട്ടാണ് തോന്നി. ഇതിന്റെ മീതെ ഞാൻ മേക്കപ്പ് അപ്ലൈ ചെയ്ത് നോക്കി. അപ്പൊ പിരിപിരാന്ന് വരുന്നില്ല. എല്ലാം കൊണ്ടും അടിപൊളിയാണ്. നമുക്ക് ഫാർമസിയിൽ നിന്ന് മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം, അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് മേടിക്കണമെങ്കിൽ അങ്ങനെയും മേടിക്കാം. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അടുത്തത് സെറാവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇത് നമുക്ക് വളരെ കോമൺ ആയിട്ട് നമ്മൾ നൈക്കയിലും അതേപോലെ ആമസോണിലൊക്കെ കാണുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഫാർമസിയിലും ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇതിൽ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ. ഇവരുടെ ബോഡി മോയ്സ്ചറൈസർ ആണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് പറഞ്ഞിട്ടുള്ളത് ഈ സെറാവയുടെ തന്നെ ബോഡി മോയ്സ്ചറൈസർ ആണ്. എനിക്ക് നല്ല ഡ്രൈ സ്കിന്നിനായിരുന്ന സമയത്തൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ ഫാർമസിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഇത് കുറച്ച് വിലയുണ്ട്, 1500 രൂപയുണ്ട്. പക്ഷെ ഇതിന്റെ ക്വാണ്ടിറ്റി നല്ലോണം ഉണ്ട് കേട്ടോ. ക്വാണ്ടിറ്റി എത്രയുണ്ട്? 340 ഗ്രാം ഉണ്ട്. അപ്പൊ സുഖമായിട്ട് നമുക്ക് എങ്ങനെ പോയാലും ഒരു 6-7 മാസം ഏറ്റവും കുറഞ്ഞത് ഉപയോഗിക്കാം. അത് ഫേസിനായതുകൊണ്ട് നമുക്ക് അധികം വേണ്ടല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 7-8 മാസമൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ.
അത്ര അധികം പ്രോഡക്റ്റ് ഉണ്ട്. ഇത് കുറച്ചും കൂടി ഒരു തിക്കർ കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ട മോയ്സ്ചറൈസർ, എമോലിൻ മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, അതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒന്ന് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷമാണ് ഇത് അബ്സോർബ് ആവുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് ആണ് കേട്ടോ. ഒട്ടും തന്നെ നമ്മുടെ സ്കിന്നിനെ ഓയിലി ആക്കി അങ്ങനെ ഒന്നുമില്ല. ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്താന്ന് വെച്ചാൽ മണമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് നോർമൽ ടു ഡ്രൈ, വെരി വെരി ഡ്രൈ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാം. ഓയിലി സ്കിന്നുകാർക്ക് എനിക്ക് തോന്നുന്നത് കുഴപ്പമുണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം ഇത് കുറച്ചും കൂടി ഒരു തിക്കർ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ഓയിലി ആക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നോർമൽ സ്കിൻ, ഡ്രൈ, എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇത് സൂപ്പർ ആണ്. നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ്ഡ് ആക്കി നല്ല അടിപൊളിയാക്കിയിട്ട് നിർത്തും കേട്ടോ. നല്ല ബ്രാൻഡാണ്. ഇവരുടെ ഒരുപാട് പ്രൊഡക്ട്സ് ഞാൻ ഈ ഇങ്ങനത്തെ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ പോകുമ്പോൾ, ഡെർമോട്ടോളജിസ്റ്റിന്റെ അടുത്തൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഇങ്ങനെ അവരുടെ ഈ റാക്കിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. ഫാർമസിന്നും അല്ലാണ്ടൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത്ര വലിയൊരു ഡബ്ബ മേടിച്ചാൽ കുറേ നാളത്തേക്ക് നിൽക്കുകയും ചെയ്യും കേട്ടോ. എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ഉള്ളവർക്കും നല്ലതാണ്. എനിക്ക് ഇങ്ങനെ സ്കിൻ പീൽ ഓഫ് ചെയ്യണ ആ സമയത്ത് ഇത് അപ്ലൈ ചെയ്തിട്ട് നല്ലോണം ശമനം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചില സ്കിന്നിന്റെ കാര്യമൊക്കെ നമുക്ക് അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. സ്കിന്നിന്റെ എന്തെങ്കിലുമൊക്കെ ഓരോ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറാൻ ഭയങ്കര പാടാണ്. അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ഉപദ്രവം ഇല്ലാണ്ട് ഇങ്ങനെ കൊണ്ടുപോകാന്നുള്ളത് ഇപ്പൊ എന്റെ കാര്യത്തിലൊക്കെ അതാണ് ഉണ്ടാവുന്നത്. സ്കിൻ പീൽ ചെയ്യുന്നത്, ഓരോ ഓയിൽമെന്റ്സും അതേപോലെ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നമില്ലാണ്ട് പോകും. പക്ഷെ അതൊക്കെ നിർത്തി കഴിഞ്ഞാൽ പിന്നെയും പഴയ പോലെയാവും. അപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നല്ലതാണ്. ഇതും നല്ലൊരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അടുത്തത് ഫിസിയോജെൽ ഡെയിലി മോയ്സ്ചർ തെറപ്പി ക്രീമാണ് കേട്ടോ. ഡ്രൈ സ്കിൻ, സെൻസിറ്റീവ് സ്കിന്നിനും പറ്റിയിട്ടുള്ളതാണ്. ഇതും നമുക്ക് ആമസോൺ ഏതെങ്കിലും ഫാർമസിയിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റും. ഇത് എനിക്ക് ഏറ്റവും ആദ്യം ഞാൻ ഇങ്ങനെ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതിന് 670 രൂപയാണ്. പക്ഷെ നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടും. ആമസോണിലും നൈക്കയിലൊക്കെ ഡിസ്കൗണ്ടിൽ കിട്ടും. ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി നോക്കുകയാണെങ്കിൽ നമ്മുടെ എമോലിന്റെ പോലത്തെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നോർമൽ ഈവൻ ഓയിലി സ്കിന്നുകാർക്കും അത്യാവശ്യം യൂസ് ചെയ്യാവുന്നതാണ്. ഒട്ടും തന്നെ ഫ്രേഗ്രൻസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. നല്ലൊരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. എല്ലാ വെബ്സൈറ്റ്സിലും കിട്ടും. ദോഷങ്ങളൊന്നുമില്ല. ദോഷങ്ങളില്ലാന്ന് മാത്രമല്ല നല്ലതുമാണ്. നല്ലോണം നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് ഒട്ടും തന്നെ ഓയിലി ആക്കാണ്ട് വെക്കുന്നുണ്ട്. പിന്നെ മേക്കപ്പ് ഇട്ടാലും പ്രശ്നമില്ല. ഇതൊക്കെ ഞാൻ ഇതിന്റെ മീതെ മേക്കപ്പ് ഇട്ട് നോക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പിരിപിരാന്ന് വരെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നല്ല മോയ്സ്ചറൈസർ. അടുത്തത് ഇത് മോയ്സ്ചറെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെ ഞാൻ ഫാർമസിയിൽ കണ്ട് അപ്പൊ ഞാൻ റിവ്യൂ നോക്കിയിട്ട് മേടിച്ചതാണ് കേട്ടോ. ഇത് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഭയങ്കര നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഫേസ് കംപ്ലീറ്റ്ലി അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. പകരം ഇങ്ങനെ നമുക്ക് പ്രശ്നങ്ങളുള്ള ഭാഗങ്ങളുണ്ടല്ലോ, നമ്മുടെ സ്കിൻ ഇങ്ങനെ പൊളിഞ്ഞു പോവാ, അല്ലെങ്കിൽ റെഡ്നെസ് അധികമായിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ ഇത് ഇപ്പൊ ഞാൻ റിവ്യൂ നോക്കിയപ്പോ കണ്ടെന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ചൂടുകുരു വരുന്ന സമയത്ത് മെയിൽ അപ്ലൈ ചെയ്യാൻ, കഴുത്തിന്റെ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ ഭയങ്കര നല്ലതാണ്. ഇനിയിപ്പോ ചൂടല്ലേ, ചൂടുള്ള സമയത്ത് നമ്മുടെ സ്കിന്നിന് ഈ പറഞ്ഞ പോലെ ഈ ചൂടുകുരു വരുന്നതും അങ്ങനത്തെ റാഷസ് വരുന്നതും ഒക്കെ കോമൺ ആവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇതിന്റെ വില 339 രൂപയാണ്. അപ്പൊ ഇത് ഫേസ് മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇത് കുറച്ചൊരു ഓയിലി, എനിക്ക് കുറച്ചൊരു ഒട്ടല് പോലെ തോന്നിട്ടോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രശ്നങ്ങളുള്ള ഭാഗത്ത്, റാഷസ് ഉള്ള ഭാഗത്ത്, റെഡ്നെസ് ഉള്ള ഭാഗത്ത്, ചൂടുകുരു ഉള്ള ഭാഗത്ത്, കുറച്ചിങ്ങനെ ഫ്ലേക്കി സ്കിന്നൊക്കെ ഉണ്ടാവില്ലേ, അതായത് ഇങ്ങനെ സ്കിൻ കുറച്ചിങ്ങനെ പൊളിഞ്ഞു വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്താലും മതി. മെയിലാണെങ്കിൽ ഫുൾ അപ്ലൈ ചെയ്യണോണ്ട് കുഴപ്പമില്ല. ഫേസിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രശ്നങ്ങളുള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യാവും നല്ലത്. എസ്പെഷ്യലി രാത്രി സമയത്തൊക്കെ അപ്ലൈ ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നല്ല റിസൾട്ട് ആണ് കേട്ടോ. ഫേസ് ഫുള്ളായിട്ട് എനിക്ക് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ഒരു ഒട്ടലും അങ്ങനെയൊക്കെ ആയിട്ട് തോന്നി. അപ്പോൾ ചൂട് സമയത്താണെങ്കിലും ശരി, തണുപ്പ് സമയത്താണെങ്കിലും ഇത് ഈ ഒരു മോയ്സ്ചറൈസർ ഒരെണ്ണം ഉള്ളത് നല്ലതാ. ഫാർമസിയിൽ നിന്നും കിട്ടും, ആമസോണിൽ നിന്നും കിട്ടും കേട്ടോ. അടുത്തത് വെനുസിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഞാനിത്
ശരിക്കും പറഞ്ഞാൽ ഞാൻ കേക്ക് ഒന്നും ചെയ്യാത്തൊരു ബ്രാൻഡാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ ഫാർമസി പ്രോഡക്ട്സ് കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ അപ്പൊ നോക്കിയിട്ട് അതിനകത്തുള്ള പ്രോഡക്ട്സ് ഞാൻ ഓരോന്നോരോന്ന് നോക്കിയിട്ട് ഏറ്റവും റിവ്യൂ ഉള്ളത് നോക്കിയിട്ട് എടുക്കുകയാണ് ചെയ്തത്. ഇത് ഫേസിനും അതേപോലെ ബോഡിക്കും പറ്റുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിങ്ങനെ റെഡ്നെസ്സും അതേപോലെ തന്നെ സ്കിൻ ഇങ്ങനെ പൊളിഞ്ഞു പോവുക, ചൂട് കുരുവിന്റെ ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് പറ്റാവുന്ന മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതും ഫേസ് മുഴുവനായിട്ട് ചെയ്യാം, കാരണം ഇതിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ കൂടുതലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള സമയത്താണ് അപ്ലൈ ചെയ്യണത്. ഇത് കുറച്ചും കൂടി ഒരു ഒട്ടലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പക്ഷെ ഓയിലി ആക്കണമൊന്നുമില്ല. പിന്നെ ഇതിനൊരു മണമുണ്ട്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അധികം അതിന് ഫേസ് മുഴുവനായിട്ടൊന്ന് അപ്ലൈ ചെയ്യാഞ്ഞത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ മണം ഇല്ല കേട്ടോ. അപ്പൊ ഇതും നമുക്ക് എന്തെങ്കിലും സ്കിന്നിന് വല്ല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഈ 5 പ്രോഡക്ട്സ് ആണ് നമ്മൾ ഫാർമസിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. അതിനകത്ത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന 2 എണ്ണം, ഒന്ന് എമോലിനാണ്. ഒന്നും നോക്കണ്ട, കണ്ണടച്ച് മേടിച്ചോളൂ. അത്ര നല്ല മോയ്സ്ചറൈസർ ആണ്. വില വെച്ച് നോക്കുകയാണെങ്കിലും റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിലും ഒക്കെ ഒരുപാട് നല്ല മോയ്സ്ചറൈസർ ആണ്. നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കുകയാണെങ്കിലും ആമസോണിൽ നിന്ന് മേടിക്കുകയാണെങ്കിലും ഒക്കെ നല്ലതാ. ഒരു തവണ എന്തായാലും ട്രൈ നോക്കൂ. എനിക്ക് 99% ഇത് വർക്ക് ആവുന്ന തന്നെയാണ് തോന്നുന്നത്. പിന്നെ നമ്മൾക്ക് ഏതെങ്കിലും ഒരു തരത്തിലൊരു അലർജി പോലെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് വർക്ക് ആവാണ്ട് വരുള്ളൂ കേട്ടോ. അടുത്തത് സെറാവേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്രാൻഡ്. ഇത് ക്വാണ്ടിറ്റി ഒരുപാടുണ്ട്, കുറച്ച് വില ഉണ്ടെങ്കിലും ക്വാണ്ടിറ്റി നന്നായിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങനെ ഓയിലി സ്കിന്നുകാർക്ക് അങ്ങനെ പറ്റിയെന്ന് വരില്ല കേട്ടോ. പക്ഷെ നോർമൽ ടു ബാക്കി സ്കിന്നുകാർക്കൊക്കെ ഇത് പെർഫെക്റ്റ് ആണ്. ഈവൻ സമ്മർ ടൈമിലാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ആണ്. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തത് ഇനി നമുക്ക് സാധാരണ കിട്ടുന്ന മോയ്സ്ചറൈസേഴ്സ് തന്നെയാണ് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ, എന്ന് വെച്ചാൽ നമുക്ക് നൈക്ക, ആമസോൺ അങ്ങനത്തെ വെബ്സൈറ്റും ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്നതാണ്. അതിനകത്ത് നോക്കുകയാണെങ്കിൽ പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ആണ്. ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതല്ലേ ഡ്രൈ സ്കിന്നിന് പറ്റിയത്? അല്ല കേട്ടോ, ഇത് ഡ്രൈ സ്കിന്നിന് പറ്റിയതല്ല. ഡ്രൈ സ്കിന്നിന് ക്രീമായിട്ട് വരുന്നതാണ്. അത് വേറെ ഡബ്ബയാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു വൈറ്റ് കളറിലെ ഡബ്ബയാണ്. ഇത് ജെൽ ബ്ലൂ കളറിൽ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാർക്ക് ഇത് പെർഫെക്റ്റ് ആണ് കേട്ടോ. അത്യാവശ്യം ഹൈഡ്രേറ്റ് ചെയ്യും. ജെൽ കൺസിസ്റ്റൻസി ആണ്. ജെൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം അത് ഓയിലി സ്കിന്നുകാർക്ക് പെർഫെക്റ്റ് ആയിരിക്കും. പോൺസിൻ്റെതായ ഒരു ചെറിയൊരു മണമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്തും. ഇതിൽ പിന്നെ വിറ്റമിൻ ഇ അതേപോലെ തന്നെ എച്ച് ഉണ്ടെന്നാണ് പറയണത്. ഇതാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. ഇത് ഈ ഒരു ഡബ്ബയ്ക്ക് 210, 220 രൂപയ്ക്കൊക്കെ ആവട്ടെ ഉണ്ടാവുക. ഇത് നല്ലതാണ് ഓയിലി സ്കിന്നുകാർക്കും നല്ല ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ മോയ്സ്ചറൈസർ ആണ്. ഇതാണ് എനിക്ക് അഫോർഡബിൾ റേറ്റില് ഓയിലി സ്കിന്നുകാർക്ക് ഞാൻ ഏറ്റവും അധികം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഗതി. ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ഓയിലി സ്കിന്നുള്ളവർക്ക് പറ്റിയ ഒരു മോയ്സ്ചറൈസർ ആണ് ഈ ഡോട്ട് ആൻഡ് കീയുടെ വിറ്റമിൻ C+E സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ. നല്ലൊരു സിട്രസി ഫ്രേഗ്രൻസ് ആണ് കേട്ടോ. നാരങ്ങയുടെ, ഓറഞ്ചിന്റെ ഒക്കെ ഒരു മണം വരില്ലേ, നമുക്ക് ഒരു പുളിപ്പുള്ള മണമില്ലേ, ആ ഒരു മണാണുള്ളത്. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവും. ഒട്ടും തന്നെ ഒരു ചിപ്ചിപ്പ ഫീൽ ആണെന്ന് ഒരു ഒട്ടലുണ്ടാവില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഓയിലി സ്കിന്നുള്ളവർക്ക് പെർഫെക്റ്റ് ആണ് കേട്ടോ. ഞാനും ഇത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും ഇങ്ങനെ സ്കിന്നിൽ ഇങ്ങനെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടാവണം. വെച്ചാൽ കുറച്ചിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ഷൈൻ ഉണ്ടാവില്ല, ആ ഒരു തരത്തിലുള്ള സ്കിന്നാണ് എനിക്കിഷ്ടം. പക്ഷെ കുറെ പേർക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ഫീലേ വരാൻ പാടില്ല. അങ്ങനെയുള്ളവർക്ക്, അതായത് ഓയിലി സ്കിന്നുകാർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് ഈ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ. ഇത് കുറച്ചും കൂടി വിലയുള്ളതാണ്. ഈ ഒരു ഡബ്ബയ്ക്ക്, ഒരു തൊപ്പി വെച്ച ഡബ്ബാല് ഇതിന് 595 രൂപ കേട്ടോ. പക്ഷെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതും നല്ലൊരു മോയ്സ്ചറൈസർ. പിന്നെ അടുത്തത് സെറ്റഫിൽ മോയ്സ്ചറൈസേഴ്സ് ആണ് കേട്ടോ. ഈ രണ്ടെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. 2 സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ളതാണ്. സെറ്റഫിൽ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടാവും. എസ്പെഷ്യലി കഴിഞ്ഞ ദിവസം നൈക്കയിൽ സെറ്റഫിലിന് വേണ്ടി മാത്രം സെയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതിൽ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒന്ന് മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഈ മോയ്സ്ചറൈസിങ് ക്രീമാണ് നമുക്ക് ഡ്രൈ ടു എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് ഏറ്റവും നല്ലത്. കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി ആണ്, പക്ഷെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഉണ്ടാവും. ത്രൂ ഔട്ട് ദി ഡേ നമുക്ക് ഒരു തരത്തിലൊരു ഇച്ചിനെസ്സോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് വെച്ചാൽ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടാവും. ഈവൻ സമ്മർ ടൈമിലാണെങ്കിലും നമുക്ക് അത് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് സ്കിൻ മോയ്സ്ചർ ബാരിയറിന് റീസ്റ്റോർ ചെയ്യാനായിട്ട് ഭയങ്കര നല്ലതാണെന്നാണ് പറയണത്. അത്യാവശ്യം അഫോർഡബിൾ ആണ്. 599 അത്ര അഫോർഡബിൾ അല്ല. മറ്റേ നമ്മൾ ഈ ഫാർമസി പ്രോഡക്ട്സ് വെച്ച് നോക്കുമ്പോൾ അത്ര അഫോർഡബിൾ അല്ല. പക്ഷെ എന്നാലും സാധാരണ നമ്മൾ ഈ തരത്തിലുള്ള മോയ്സ്ചറൈസേഴ്സ് വെച്ച് നോക്കുമ്പോൾ അഫോർഡബിൾ ആണ് കേട്ടോ. ഇതിന്റെ തന്നെ
ലോഷൻ ഉണ്ട്. ലോഷൻ കൂടുതൽ ആർക്കാ നല്ലതെന്ന് പറയാം, കോമ്പിനേഷൻ സ്കിൻ ഉണ്ടാവും. കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുമ്പോൾ ചിലർക്ക് മൂക്ക് മാത്രം ഓയിലി ആവും, ഈ രണ്ട് ഭാഗം ഡ്രൈ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലർക്ക് നെറ്റിയുടെ ഭാഗവും ഇവിടെ കുറച്ച് ഓയിലി ആയിരിക്കും. യൂഷ്വലി അങ്ങനെ വരല് കുറവാ, കൂടുതൽ എല്ലാവർക്കും ഈ നോസിന്റെ ഭാഗം തന്നെയാണ് ഓയിലി. പക്ഷെ എന്നാലും ചിലർക്ക് ഇങ്ങനെ ഈ ഭാഗം കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടാവും, ഈ ഭാഗം ഡ്രൈ ആയിട്ടുണ്ടാവും, അങ്ങനെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ കോമ്പിനേഷൻ സ്കിൻ, അതേപോലെ സെൻസിറ്റീവ് സ്കിൻ, ചിലർക്ക് എന്തിട്ടാലും മുഖം ചുമക്കും, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ സെറ്റഫിലിന്റെ ഈ മോയ്സ്ചറൈസിങ് ലോഷൻ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അവക്കാഡോ ഓയിൽ, വിറ്റമിൻ ഇ, B3, പ്രോ വിറ്റമിൻ, വിറ്റമിൻ B5 ഒക്കെ ഉള്ളതാണ്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം അത് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസി ആണ് കേട്ടോ. അതാണ് ഇങ്ങനത്തെ ഒരു തീർന്നിട്ടുണ്ട്. അതെ കണ്ടോ, ഇങ്ങനെ കുറച്ചും കൂടി ഒരു ലിക്വിഡി കൺസിസ്റ്റൻസി ആണ്. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഒരു തിക്കർ കൺസിസ്റ്റൻസി ആണ് കേട്ടോ. ഇത് രണ്ടും നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ എത്രയാണ് വ്യത്യാസം അറിയുന്ന എനിക്ക് അറിയില്ല, പക്ഷെ നേരിട്ട് വ്യത്യാസമുണ്ട്. അപ്പൊ സെൻസിറ്റീവ് സ്കിന്നാണ്, അതായത് എന്ത് അപ്ലൈ ചെയ്താലും നമുക്ക് സ്കിന്നിന് ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് നമ്മുടെ സ്കിൻ റെഡ് ആവാം, അല്ലെങ്കിൽ ഈ ചൊറിയ, അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ഈ മോയ്സ്ചറൈസർ ഭയങ്കര നല്ലതാണ്. അതെ, അടുത്തത് റീക്വലിന്റെ മോയ്സ്ചറൈസർ ആണ്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് വെച്ചാൽ സിറമൈഡ്, അതേപോലെ തന്നെ ഹൈഡ്രോണിക് ആസിഡ് ആണ്. ഹൈഡ്രോണിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഹ്യൂമറ്റന്റ് ആണ്. നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് മോയ്സ്ചർ വലിച്ചെടുക്കാനും അത് റീറ്റെയിൻ ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ സിറമൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ബാരിയർ ഉണ്ടല്ലോ, നമ്മുടെ സ്കിന്നിന് മീതെയുള്ളതൊക്കെ, ആ ഒരു സ്കിൻ നന്നായിട്ട് റിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സെൻസിറ്റീവ് ആയിട്ട് അത് പീൽ ഓഫ് ആയി പോവുക, എന്തെങ്കിലും ഒരു ഇച്ചിനെസ് ഉണ്ടായിട്ട് പ്രശ്നമാണ്, എന്തെങ്കിലും സെൻസിറ്റീവ് ആയിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സിറമൈഡ് നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ. നമ്മുടെ സ്കിന്നിന് ആ ഒരു സ്കിൻ റിപ്പയർ ചെയ്യാനായിട്ട് ഒരുപാട് നല്ലതാണ്. അപ്പൊ ഞാൻ ഏറ്റവും അധികം മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറമൈഡ് ആണ്. അപ്പോൾ അതിൽ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ, ഈ ഇൻഗ്രീഡിയന്റിലുള്ള ഒരു മോയ്സ്ചറൈസർ നോക്കുകയാണെങ്കിൽ റീക്വൽ ആണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് ഞാൻ സ്ക്രീൻഷോട്ട് ഇടാം കേട്ടോ. ഇത് ഡ്രൈ, അതേപോലെ തന്നെ വെരി വെരി ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. അതുപോലെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് കുറച്ചൊരു ഡള്ളായിട്ടും ഒക്കെ ഉണ്ടാവുമല്ലോ, നമ്മുടെ സ്കിന്നിന്റെ ബാരിയറിനൊക്കെ പ്രശ്നം വരുമ്പോൾ ആ ഒരു രീതിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് റീസ്റ്റോർ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും ആലിയ ഭട്ടിന് ഓർമ്മ വന്നിട്ടുണ്ടാവും. ഇത് DU ഇൻ മൈ ഡിഫെൻസ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് ഒരുപാട് വൈറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്, കാരണം ആലിയ ഭട്ട് ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ആണിത്. അപ്പൊ അതിനുശേഷം ഇത് എപ്പോഴും നൈക്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് വരാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് പുറത്തത്തെ എന്തോ പ്രോഡക്റ്റ് ആണ്. ഒന്ന് ആലിയ ഭട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഭയങ്കര നല്ലതാന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ വില, ഒയ്യോ ഇത് കേട്ടാ തകർന്നു പോകും. നമ്മള് 3500 രൂപയാണ് കേട്ടോ ഇതിന്റെ വില. അതായത് 1 ഗ്രാമിന് ഏകദേശം 1 ml 70 രൂപ വരും. 1 ml 70 രൂപയാണ് വരും. അത്ര എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ ഭയങ്കര വില കൂടിയ മോയ്സ്ചറൈസർ ആണ്. ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ. എപ്പോഴും 3500 രൂപ തന്നെയാണ്. ഞാൻ കുറെ നാൾ വെച്ചിരുന്നത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രൈ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് വില കുറയുണ്ടോ എന്നൊക്കെ നോക്കി. വിലയൊന്നും കുറഞ്ഞില്ല. അവസാനം ഞാൻ 3500 രൂപ കൊടുത്ത് തന്നെ മേടിച്ചു. ഇതിന്റെ ഫസ്റ്റ് തിങ്, ഇത് ഈ പറഞ്ഞ പോലെ ആലിയ ഭട്ട് ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നമ്മുടെ സ്കിൻ ബാരിയറിനെ റിപ്പയർ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യണതാണ്. ഭയങ്കര സൂത്തിങ് ആണ്, കാമിങ് ആണ് എന്നുള്ളതാണ് പറയണത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വല്ല പുറത്തുനിന്നുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും തന്നെയാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്, കാരണം ഇത്ര വിലയുണ്ടല്ലോ. പക്ഷെ അല്ല, ഇത് ഇന്ത്യൻ പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷെ ഇത് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത് സൗത്ത് കൊറിയ എന്നാണ്. ഈ ബ്രാൻഡിനാകെ 4 പ്രോഡക്ട്സ് ഇതുവരെ അവർ ഇറക്കിയിട്ടുള്ളൂ. ഇത് ഞാൻ നല്ല പൈസ ഒക്കെ സ്പെൻഡ് ചെയ്ത് സ്കിൻ കെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ മേടിക്കാന്നുള്ളതല്ലാണ്ട് ഇത് മുതലാവില്ല. നമ്മൾ എപ്പോഴും സ്കിൻ കെയർ നോക്കുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ ലോങ് റണ്ണിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 3500 രൂപ കൊടുത്തിട്ടത് എല്ലാ കാലവും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതിലും നല്ലത് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല. നല്ലൊരു ഇത് നോക്കുകയാണെങ്കിൽ അത് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അതാണല്ലോ നല്ലത്. അപ്പൊ ഇപ്പൊ സെറമൈഡ് ഉള്ള പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ അതിലിപ്പോ ഈ 3500 രൂപ കൊടുത്ത് ഇത് തന്നെ മേടിക്കണം എന്നില്ല. അതല്ലെങ്കിൽ ഈ സെറാവെ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് നമ്മൾ നേരത്തെ കാണിച്ചില്ല, അതിനകത്തും ഈ സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യുന്ന ഈ ഇൻഗ്രീഡിയന്റിന് വരുന്ന പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ വിലക്കുറവുള്ളത് ഉണ്ടാവും. അപ്പൊ അത് മേടിച്ചിട്ട് നമ്മൾ ലോങ് റണ്ണിലേക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അതിപ്പോ ഈ സ്കിൻ കെയർ പ്രോഡക്റ്റ് മാത്രമല്ല, നമ്മൾ എന്തൊരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ലോങ് റണ്ണിലേക്ക് അത് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. അത് നോക്കി നമുക്കത് എഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും
നോക്കിയിട്ടേ അതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ GFC നമ്മൾ ഇപ്പൊ മുടി വളരാൻ വേണ്ടിയിട്ട് ആണല്ലോ നമ്മൾ തലയിൽ ചെയ്യുന്നത്. അത് നമ്മൾ ബ്ലഡ് എടുത്തിട്ട് പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ ഇഞ്ചെക്ട് ചെയ്യാണ് ചെയ്യണത്. അപ്പൊ അത് ഒരു സെഷൻ തന്നെ ഇങ്ങനെ പോയാൽ ഒരു 7K to 10K ഒക്കെ അറൗണ്ട് ആ ഒരു പ്രൈസ് ഉണ്ടാവും. കൃത്യമായിട്ട് എനിക്ക് അത്ര ഓർമ്മയില്ല കേട്ടോ. അപ്പൊ എന്തായാലും അങ്ങനെ ആകുമ്പോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു തവണ ചെയ്യുന്ന പൈസ മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഒരു തവണ നമ്മൾ GFC ചെയ്തിട്ട് അങ്ങനെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. മിനിമം നമ്മൾ 3 to 6 ശരിക്കും പറഞ്ഞാൽ 6 സെഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഇത്ര ദിവസത്തിനകം, അതായത് എനിക്ക് തോന്നുന്നു 21 ദിവസം ഇടവിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 21 to 1 മാസം ഇടവിട്ടിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പൊ ഒരു 6 തവണ നമ്മൾ GFC ചെയ്താലാണ് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റുക. അപ്പൊ നമ്മൾ എന്താ ആലോചിക്കേണ്ടത്, നമ്മൾ ഇത്ര പൈസ മുടക്കിയിട്ട് നമുക്ക് 6 തവണ ചെയ്യാൻ നമ്മൾ കേപ്പബിൾ ആണോ? നമ്മുടെ പൈസയും നമുക്ക് അത് അത്ര ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടാവണം, നമുക്ക് സമയവും ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഗുഡ് ടു ഗോ. അതുപോലെ ഇത്തിരി പെയിനും എടുക്കൂട്ടോ, വേദനയും ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ റെഡി ആണെങ്കിലാണ് അത് ചെയ്യുന്നതിൽ കാര്യമുള്ളൂ. കുറച്ച് പേരെന്താ ചെയ്യാന്ന് വെച്ചാൽ GFC ചെയ്യും, ആദ്യത്തെ തവണ ചെയ്യും, അയ്യോ എനിക്ക് റിസൾട്ട് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതങ്ങനെ വിടും. അപ്പൊ പിന്നെ ഈ ഒരു തവണ ചെയ്തതിന്റെ പൈസയും പോവും, ഒരു തവണ നമ്മൾ എടുത്ത പെയിനും വെറുതെയാണ്, അതിനു വേണ്ടി എടുത്ത് നമ്മുടെ സമയവും വെറുതെയാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ പറയില്ലേ, അത് ഒരു ജേർണിയാണ്. ഓക്കെ, നമ്മളിവിടെ എത്തി, ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയില്ല സ്കിൻ കെയർ എന്നൊക്കെ പറയുന്നത്, അതൊരു ജേർണി പോലെ തന്നെ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഒരു കാര്യം എടുക്കുമ്പോൾ നമ്മളത് ലോങ് റണ്ണിലേക്കും എടുക്കുമോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യാം. ഇതൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, നമ്മളത് ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഡിസേർവ് ഇറ്റ്, ഗോ ഫോർ ഇറ്റ് എന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് വേറെ ഇഷ്ടംപോലെ നല്ല നല്ല പ്രോഡക്ട്സ് ഉണ്ട്. എങ്ങനെയാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനെ എന്തായാലും 3500 രൂപ ഉണ്ടായിരുന്നേ, എത്ര ഏത്തപ്പഴം കഴിക്കായിരുന്നു. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, ഇതിനെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല, സ്നെയിൽ മ്യൂസിൻ. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ ഡ്രൈ സ്കിൻ ഉള്ളതുകൊണ്ടായിരിക്കും, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ സ്കിന്നിലേക്ക് പോയ ആ ഒരു ഗ്ലോ അടിപൊളിയാണ്. പക്ഷെ ഓയിലി ആക്നി പ്രോൺ സ്കിന്നുകാർക്ക് കുറേ പേർക്ക് ഇത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാവർക്കും സൂട്ട് ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഭയങ്കര നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു വഴുവഴുപ്പ്, ഇത് കുറെ പേർക്ക് ഇഷ്ടമല്ല, മൂക്കുമൊക്കെ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മൾ ഇടുമ്പോൾ നമ്മുടെ സ്കിന്നിൽ വരുന്ന ഒരു ഗ്ലോ ഉണ്ടല്ലോ, ഭയങ്കര അടിപൊളിയാണ്. ഇതിന് വിലയുണ്ട് കേട്ടോ, 1000 സംതിങ് ഉണ്ട്. പക്ഷെ അത് വർത്ത് ആണ്. നമുക്ക് അത്യാവശ്യം പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്, നല്ലൊരു റിസൾട്ട് തരുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന്റെ അടിയിലൊക്കെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. ഇത് ഭയങ്കര നല്ലതാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടിനെ കൊണ്ട് ഉപയോഗിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഓയിലി ആക്നി പ്രോൺ സ്കിന്നാണ്, പക്ഷെ അവൾക്ക് തീരെ ഇഷ്ടമായില്ല എന്ന് മാത്രമല്ല അവൾക്ക് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടായി കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കുക. അപ്പൊ ഓയിലി ആക്നി പ്രോൺ സ്കിൻ ആണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അത് മേടിച്ചാൽ മതി. അതല്ല ഡ്രൈ സ്കിൻ ആണ്, നോർമൽ സ്കിൻ ഒക്കെ ആണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാന്നാട്ടോ. ഒരു ഗ്ലോ, ഉള്ളിൽ നിന്നുള്ളൊരു ഗ്ലോ തരാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഇത് മോയ്സ്ചറൈസർ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സ്നെയിൽ മ്യൂസിൻ ആണിത്, 96% ആണ് കേട്ടോ സ്നെയിൽ സെക്രീഷൻ ഇതിലുള്ളത്. ഭയങ്കര അടിപൊളിയാണ്. ഒച്ചിന്റെ ആ ഒരു വഴുവഴുപ്പ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അതാണ് ഓർമ്മ വരിക. നമ്മൾ ഈ റീലിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ഒച്ചിനെ മുഖത്ത് വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ്, അങ്ങനെയൊക്കെ അത്ര എക്സ്ട്രീം ഒന്നും അല്ല അത്. എന്തായാലും ഇത് വർക്ക്ഔട്ട് ആവുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ലോങ് റണ്ണിലേക്ക് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിലും ആ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ മാത്രമല്ല, എനിക്കത് എന്നുവെച്ചാൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഇതാണ് നമ്മുടെ മോയ്സ്ചറൈസേഴ്സ്. ഞാൻ എല്ലാത്തിനെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ചൂടുകാലമാണ്, മടി പിടിച്ച് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇടാണ്ടിരിക്കരുത്. മസ്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഭക്ഷണമൊക്കെ കഴിക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം തണ്ണീർമത്തം കഴിച്ചിട്ട് അതിലെന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനും ഉമ്മയും ഭയങ്കര വോമിറ്റിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴും ശ്രദ്ധിക്കാം, വെള്ളം കുടിക്കാൻ നന്നായിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ലവ് യു ഓൾ സോ മച്ച്. ബൈ.